നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയായ ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ഇഡി റെയ്ഡ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ചെന്നൈ കോടമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിലാണ് പരിശോധന നടക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റെയ്ഡ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു ചർച്ച ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇത് എമ്പുരാൻ ഇഫക്റ്റ് ആണ് എന്നുള്ള തരത്തിലാണ് ചർച്ചകൾ വഴിമാറിയിരിക്കുന്നത്. അതായത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ഗോകുലം ഗോപാലനും സംഘത്തിനും കിട്ടിയത് എന്നാണ് വിവരങ്ങൾ. ആ ഒരു തരത്തിലാണ് മലയാളികൾ പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് കാണിച്ചതാണ് കേന്ദ്രത്തെയും സംഘപരിവാർ സംഘടനകളെയും BJP-യെയും ചൊടിപ്പിച്ചത്. അതിന്റെ പരിണിത ഫലമാണ് ഈ റെയ്ഡ് എന്നുള്ള തരത്തിൽ ചർച്ചകൾ വരികയാണ്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഗോകുലം ഗോപാലന്റെ ഒരു സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടന്നിട്ടില്ല. മുൻപ് നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള ഒരു റെയ്ഡും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. എന്നാൽ എമ്പുരാൻ സിനിമ ഇറങ്ങി അത് വലിയ വിവാദമായതിനു ശേഷം വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ കേരളം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഗോകുലം ഗോപാലന്റെ ചെന്നൈ ഓഫീസിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. കേരളത്തിലെ ഓഫീസുകളിലേക്ക് ഇനി റെയ്ഡ് ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ കോടമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിൽ പരിശോധന നടത്തുന്നവരുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഉണ്ട് എന്ന വിവരങ്ങൾ നിർണായകമായ വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗോകുലം ഗോപാലന് എമ്പുരാനാണോ പണി വെച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ സിനിമയുടെ നിർമ്മാതാക്കളായ മറ്റ് രണ്ടുപേരിലേക്കും ഉടൻ തന്നെ ഇഡി എത്തുമോ എന്നുള്ള ഒരു ചോദ്യം ശക്തമായി നിലനിൽക്കുകയാണ്. അതായത് ആശീർവാദ് സിനിമാസും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവരുടെ ആശീർവാദ് സിനിമാസിലേക്കും അതുപോലെ തന്നെ ലൈക്കയിലേക്കും ഇഡി സംഘം എത്തുമോ? ഇനി മോഹൻലാലിലേക്ക് പൃഥ്വിരാജിലേക്കൊക്കെ ഇത്തരത്തിൽ ഇഡി സംഘം കയറി ചെല്ലുമോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരികയാണ്. എന്തായാലും മലയാളികൾ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ എമ്പുരാൻ ഇഫക്റ്റ് തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന വിവരം ആ ഒരു ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിനിമ വമ്പൻ വിജയമാണ്. വിജയ കുതിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ. എന്നാൽ അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വിവാദം കൂടി കത്തിപ്പടരുന്നത്. ഗോകുലം ഗോപാലന് പണി കിട്ടി എന്നുള്ള തരത്തിൽ ഒരു ചർച്ച വരുന്നത്. ഇത് വേട്ടയാടലാണെന്നും കേന്ദ്രം അറിഞ്ഞ് അങ്ങിറങ്ങിയിരിക്കുകയാണോ എന്നുള്ള ചോദ്യമൊക്കെ ശക്തമാകുകയാണ്. ഇത് മാത്രമല്ല, എമ്പുരാൻ സിനിമയിൽ തന്നെ ഒരു രംഗമുണ്ട്. ആ രംഗവും ഇപ്പോൾ ഗോകുലം ഗോപാലന്റെ സ്ഥാപനത്തിൽ ഇഡി കയറിയതുമായി കൂട്ടിച്ചേർത്താണ് മലയാളികൾ സംസാരിക്കുന്നത്. അതായത് വർഗീയതയ്ക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ വേട്ടയാടുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചായിരിക്കും എന്നുള്ള ഒരു ഡയലോഗ് സിനിമയിൽ മഞ്ജു വാര്യർ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് ഗോകുലം ഗോപാലന്റെ വിഷയത്തിൽ മലയാളികൾ പ്രതികരിക്കുന്നത്. എന്നാൽ മറ്റൊരു തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവും ഇപ്പോൾ കത്തിപ്പടരുകയാണ്. സംഘപരിവാറുകാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ഇടുന്നത് ഗോപാല അന്നേ പറഞ്ഞില്ലേ തനിക്കുള്ള പണി വരുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ചില ചർച്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികളുമൊക്കെ വീണ്ടും ഈ വിഷയത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. സിനിമ വിവാദമായതിനു ശേഷം തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികൾ, അതായത് സിനിമയെ പിന്തുണച്ചുകൊണ്ടൊരു വിഭാഗവും സിനിമയെ എതിർത്ത് സംഘപരിവാറുകാരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറിവിളികളൊക്കെ ആയിരുന്നു. ഇതുവരെ ആ തെറിവിളികൾ അവസാനിച്ചിട്ടില്ല. അതിന്റെ കൂട്ടത്തിലാണ് ഗോകുലം ഗോപാലന്റെ വിഷയം കൂടി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് ചോദിക്കാനുള്ളത്, അന്ന് സിനിമ ഇറങ്ങിയ ആ ഒരു സമയത്ത് ഗോകുലം ഗോപാലന്റെ ചിട്ടി ഫണ്ടിൽ ഉടൻ തന്നെ ഇഡി കയറും എന്നുള്ള കമന്റുകൾ ഈ സംഘപരിവാർ അനുകൂലികൾ കുറിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്, ഈ കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു സംഘമാണോ എന്നുള്ള തരത്തിൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഉണ്ടാകും എന്ന് ആരും കരുതിയിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ പൃഥ്വിരാജ് ഗോകുലം ഗോപാലനിട്ട് പണി കൊടുത്തു എന്നുള്ള തരത്തിലാണ് BJP-കാർ കമന്റുകളൊക്കെ ഇടുന്നത്. പൃഥ്വിരാജ് ഗോകുലം ഗോപാലനും മോഹൻലാലിനും ഒക്കെ 8ന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് എന്ന കമന്റുകളൊക്കെയാണ് ഈ BJP അനുകൂലികളൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇറങ്ങി പണി പാളിയെന്ന് കണ്ട ഘട്ടത്തിൽ ഗോകുലം ഗോപാലൻ ഖേദപ്രകടനമൊക്കെ നടത്തിയിരുന്നു. തൊട്ടുപിന്നാലെ മോഹൻലാലും ഖേദപ്രകടനം നടത്തിയിരുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും ഈ സംഘപരിവാറുകാർ അടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഇഡി റെയ്ഡിൽ നിന്ന് വ്യക്തമാകുന്നത്.
ഇത് മാത്രമല്ല, തമിഴ്നാട്ടിലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ശക്തമായിരുന്നല്ലോ. അത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടതായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വലിയ മുറവിളികൾ ഉയർന്നിരുന്നു. ഈ BJPയെ അനുകൂലിക്കുന്ന തമിഴ്നാട്ടിലെ സംഘടനകളൊക്കെ തന്നെ സിനിമ നിരോധിക്കണം, ബാൻ ചെയ്യണം എന്നൊക്കെയുള്ള ആവശ്യം ഉയർത്തിയിരുന്നു. സിനിമ നിരോധിക്കണമെന്ന് രാജ്യസഭാ MPയും MDMK നേതാവുമായ വൈക്കോ തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ ഇടുക്കിയിലെ വിവാദമായ മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രേക്ഷകർക്ക് സുരക്ഷിതമല്ലാത്തതായി ചിത്രീകരിച്ചു എന്നായിരുന്നു MDMK ജനറൽ സെക്രട്ടറി വൈക്കോയുടെ ന്യായം. രണ്ട് വ്യത്യസ്ത രംഗങ്ങൾ ഉള്ളതിനാലാണ് നിരോധനം വേണമെന്ന് വൈക്കോയും ആവശ്യപ്പെട്ടത്. അണക്കെട്ട് കേരളത്തെ നശിപ്പിക്കുമെന്ന് 4 വ്യത്യസ്ത രംഗങ്ങളിലെ സംഭാഷണങ്ങളിൽ പറയുന്നുണ്ടെന്നും വൈക്കോ പ്രതികരിച്ചിരുന്നു. അണക്കെട്ടിൽ ബോംബിടുന്നതിനെ കുറിച്ചുള്ള ഒരു സംഭാഷണം സൂചിപ്പിക്കുന്ന മറ്റൊരു രംഗവും വൈക്കോ എടുത്തു കാണിച്ചിരുന്നു. 2 ഷട്ടറുകൾ തുറന്നാലും നിരവധി ആളുകളെ മുക്കിക്കൊല്ലുന്ന ഒരു അണക്കെട്ടിന് ബോംബിടുന്നത് കേരളത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് സിനിമയിൽ ചിത്രീകരിച്ചുവെന്നും അത് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു എന്നുമാണ് വൈക്കോ വാദിച്ചത്. എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വിവാദം കത്തിപ്പുകയുമ്പോഴാണ് ഇപ്പോൾ ഗോകുലം ഗോപാലന്റെ കോടമ്പക്കത്തെ സ്ഥാപനത്തിൽ ED റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സിനിമ പണിപാളുന്നുവെന്ന് കണ്ടതോടെ ഗോകുലം ഗോപാലൻ ഖേദപ്രകടനം നടത്തിയിട്ടും അതൊന്നും ഏറ്റില്ല എന്ന് തന്നെയാണ് ED റെയ്ഡിൽ നിന്ന് വ്യക്തമാകുന്നത്. BJPക്കാരിൽ ചിലരൊക്കെ സിനിമയെ സിനിമയായി കാണണമെന്ന് പറഞ്ഞപ്പോഴും RSSന്റെ മുഖപത്രം ഓർഗനൈസർ നിരന്തരം എമ്പുരാൻ സിനിമയ്ക്കെതിരെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പൃഥ്വിരാജിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളൊക്കെ വന്നിരുന്നല്ലോ. എമ്പുരാൻ സിനിമയിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ട് ഗോകുലം ഗോപാലൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എമ്പുരാൻ എന്ന സിനിമയിൽ കാണിക്കുന്ന എന്തെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെയെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ സംവിധായകനായ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സംവിധായകനോട് പറഞ്ഞു. മാറ്റം വരുത്താൻ എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകും എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ മാറ്റണമെങ്കിൽ അതിന് നല്ല ചെലവ് വരും. അപ്പോൾ 4000-ലധികം തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയിൽ മാറ്റം വരുത്താൻ അത്രത്തോളം പണം മുടക്കേണ്ടി വരും. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊരു സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ലല്ലോ, സിനിമ കാണുന്നവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് കാണുന്നതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു. ഞാൻ അവസാനമാണല്ലോ ഈ സിനിമയുമായി സഹകരിക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരും തന്നെ ഇതുവരെയും ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലാത്ത ആളുകളാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത വിധത്തിൽ സിനിമ കാണണം. സിനിമ സെൻസർ ചെയ്താണല്ലോ വരുന്നത്, അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ സിനിമ കാണുന്നവർ പല ചിന്താഗതിക്കാരാണല്ലോ, അതിൽ വന്ന പ്രശ്നമാണ്. മോഹൻലാലിനായാലും എനിക്കായാലും ആരെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷികളുമായും നമുക്ക് ബന്ധമില്ല. രാഷ്ട്രീയം എന്നാൽ സേവനം എന്നാണ് ഞാൻ കാണുന്നത്. വലിയൊരു സിനിമ എടുത്തത് റിലീസ് ചെയ്യാൻ കഴിയാതെ നിന്നു പോകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ അതിൽ സഹകരിച്ചത്. നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും പോലും ഉണ്ടാകരുതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഔദ്യോഗികമായി ആരും ഒന്നും അറിയിച്ചിട്ടില്ല. മാനസികമായി ആർക്കെങ്കിലും നമ്മുടെ സിനിമ കാരണം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് ഞാൻ സംവിധായകനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല. എന്തായാലും ഞങ്ങൾക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ ഒരു ഉദ്ദേശവുമില്ല. ഇതിൽ അഭിനയിച്ചവരും സംവിധായകനും പ്രൊഡ്യൂസർമാരും എല്ലാം ജനങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കുന്നവരാണ്. എന്തായാലും ചില കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ ആരും കാണാതെ ഇരിക്കാൻ പാടില്ല. അതിനുവേണ്ട നടപടികളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ സാങ്കേതികമായി എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. സംവിധായകൻ അതിനറിയാൻ പറ്റും. അദ്ദേഹം ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഗോകുലം ഗോപാലൻ ഖേദപ്രകടനം നടത്തിക്കൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ ഗോകുലം ഗോപാലൻ ഖേദപ്രകടനം നടത്തിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ED റെയ്ഡിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത്. സിനിമയിൽ പിന്നീട് വീണ്ടും കത്തിവെച്ചിരുന്നു. 24 ഭാഗങ്ങൾ വെട്ടിയിട്ടുണ്ട്. ചിലയിടത്ത് മ്യൂട്ടൊക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് വീണ്ടും സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. എന്നാൽ എന്നിട്ടും ചിലർക്ക് അതങ്ങോട്ട് ബോധിക്കുന്നില്ല. അവരുടെ ആവശ്യം ഈ സിനിമ നിർത്തിവെക്കണം എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു സിനിമ നിർത്തിവെക്കാൻ കഴിയുന്നതല്ലല്ലോ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.